ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് കുറച്ച് അമ്പലങ്ങളിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ എൻ്റെ കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പോകുന്നത് നമ്മുടെ തറവാട്ടമ്പലത്തിലാണ് കേട്ടോ. അപ്പോൾ ആദ്യം തറവാട്ടമ്പലത്തിൽ തൊഴുതിട്ടാണ് നമ്മുടെ അടുത്തുള്ള അമ്പലങ്ങളിലേക്ക് തന്നെയാണ് പോണത്. ദൂരസ്ഥലം ഒന്നല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ തറവാട്ടമ്പലത്തിൽ കയറി തൊഴുത് എന്നിട്ടാണ് നമ്മൾ ബാക്കി അമ്പലങ്ങളിലേക്കൊക്കെ പോകുന്നത്. അപ്പം നമ്മൾ തറവാട്ടമ്പലത്തിൽ തൊഴുതു പ്രസാദമൊക്കെ വാങ്ങിച്ചു കേട്ടോ. അപ്പം ഇനി കുറിയൊക്കെ വരയ്ക്കുകയാണ്. അപ്പം ഞാൻ അവിടെ നിന്ന് തന്നെ വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടന് ഞാൻ വരച്ചു കൊടുക്കാൻ കേട്ടോ. പിന്നെ നമ്മുടെ സാരഥി വണ്ടിക്ക് വരച്ചു കൊടുത്തു. അപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് വരുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. രാവിലെ തന്നെ എണീച്ച് കുളിച്ച് അമ്പലത്തിലൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക തരം ഒരു പോസിറ്റീവ് എനർജിയാണ്. അന്നത്തെ ദിവസം നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ പോകുന്നത് അവിടെ അടുത്ത് തന്നെയുള്ള ഒരു ശിവൻ്റെ ഒരു അമ്പലമുണ്ട് കേട്ടോ. പൂത്തൃക്കാവ് എന്നാണ് പറയുക. അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പം ഇനി നമ്മൾ മഹാദേവനെ തൊഴാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 7 മണി ആയിട്ടുണ്ട്. അപ്പോൾ രാവിലെ ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനും ഏട്ടനും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഉണ്ണികളിനൊന്നും കൊണ്ടുവന്നില്ല കേട്ടോ. അവരൊന്നും എണീച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ മഹാദേവനെ തൊഴുത് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നിന്നും നമുക്ക് പുഷ്പാഞ്ജലി കഴിച്ചതിൻ്റെ പ്രസാദമൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുഷ്പാഞ്ജലിയൊക്കെ കഴിച്ചു. അതിൻ്റെ പ്രസാദം അപ്പോൾ എല്ലായിടത്തുനിന്നും പ്രസാദം നമ്മുടെ തറവാട്ടമ്പലത്തിൽ നിന്ന് നമുക്ക് പ്രസാദം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ചന്ദനം മാത്രമേ, പിന്നെ നമുക്ക് തുളസിക്കതിരും മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ തുളസിക്കതിര് നമ്മൾ പ്രസാദം കിട്ടിയിട്ടുണ്ടെങ്കിൽ ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മൾ പുറത്ത് വന്നതിന് ശേഷമാണ് പ്രസാദം തൊടാനൊക്കെ പാടുള്ളൂ എന്ന്. എനിക്ക് അതിനെക്കുറിച്ചിട്ട് കറക്റ്റായിട്ട് അറിഞ്ഞൂടാ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയണമെങ്കിൽ നമ്മൾ അതിലത്തെ പുഷ്പമൊക്കെ നമ്മൾ മണത്തിട്ട് വേണം തലയിൽ വെക്കാമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയിച്ചെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ടൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഏട്ടൻ നമ്മുടെ ഓട്ടോ എടുക്കാനായിട്ട് വരികയാണ്. അപ്പോൾ ഏട്ടന് ഷർട്ട് ഇടാത്ത ഭയങ്കര നാണക്കേടാണ് കേട്ടോ. അപ്പോൾ അടുത്തത് നമ്മൾ വന്നിട്ടുള്ളത് പേരേത്രക്കാവിക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ശ്രീരാമസ്വാമിയാണ്. അപ്പോൾ നമുക്ക് ഇനി പേരേത്രക്കാവിൽ തൊഴണം കേട്ടോ. അപ്പം നമ്മൾ പേരേത്രക്കാവിലെ ശ്രീരാമസ്വാമിനും തൊഴുത് ഇനി നമ്മൾ നേരെ തെച്ചിക്കോട്ടുകാവിലേക്കാണ് കേട്ടോ പോണത്. തെച്ചിക്കോട്ടുകാവ് അമ്മയുടെ അടുത്തേക്കാണ് പോകുന്നത്. അപ്പം നമ്മൾ പേരേത്രക്കാവിൽ നിന്നും പ്രസാദം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രസാദം തൊട്ട് എൻ്റെ നെറ്റിയിൽ മൊത്തം സ്ഥലം കഴിഞ്ഞു കേട്ടോ. ഇനി കുറച്ചുകൂടി സ്ഥലമുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മൾ തെച്ചിക്കോട്ടുകാവിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പം നമ്മൾ തെച്ചിക്കോട്ടുകാവ് അമ്മേനെ തൊഴാനായിട്ട് പോവുകയാണ്. അപ്പം ഞാൻ വഴിപാടിനുള്ള റെസീറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ തൊഴുത് വന്നു. ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ രാമൻ്റെയും ദേവിദാസൻ്റെയും അടുത്തേക്കാണ് കേട്ടോ. അപ്പം നമുക്ക് പ്രസാദം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പ്രസാദം തൊട്ട് എൻ്റെ നെറ്റിയുമ്പോൾ മൊത്തം ഫില്ലായിട്ടോ. പ്രസാദം തൊട്ടിട്ട് മൊത്തം സ്ഥലം കഴിഞ്ഞു. അപ്പം ഇനി നമ്മൾ രാമൻ്റെ അടുത്തേക്ക് വന്നിട്ട് അപ്പോൾ രാമനൊരു ചേട്ടൻ പഴം കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പുറത്ത് നമ്മുടെ രാമേട്ടനും നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ രാമൻ പഴമൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ഇനി അപ്പുറത്ത് നമ്മുടെ ദേവിദാസൻ നിൽക്കുന്നുണ്ട് കേട്ടോ. ദാസപ്പനാണെങ്കിൽ ഭയങ്കര കുറുമ്പനാണ് കേട്ടോ. അവൻ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഇങ്ങനെ തല അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നല്ല രസമാണ് കേട്ടോ അവനെയും കാണാൻ. അപ്പം നമ്മൾ രാമനും ദേവിദാസനെയും ഒക്കെ കണ്ടു സന്തോഷമായിട്ട് ഇനി വീട്ടിലേക്ക് പോകാണ് കേട്ടോ. ഇപ്പം തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ്. അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക, നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ എൻ്റെ കുട്ടി വിശേഷങ്ങളായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.